ഈ കാണുന്നത് മുക്കുന്നൂരിൽ നിന്നും കാവറ വഴി പോലീസ് സ്റ്റേഷന് സമീപം കയറുന്ന റിംഗ് റോഡിന്റെ അവസ്ഥയാണ്. ഇത് ആ വണ്ടിയിൽ 2 വീലൊക്കെ പൊങ്ങി എയറിലായിരുന്നു. അത്രയ്ക്ക് കുഴിയാണ്. ഈ ഒരു വണ്ടി ഇതുവഴി പോകുന്ന വണ്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത് കൂടി നമുക്ക് നോക്കാം. ഈ വീഡിയോ തന്നെ ഉണ്ട്. യാദൃശ്ചികമായി വീഡിയോ എടുത്തതാണ്. അത് അവിടെ ഒരു വണ്ടി കിടക്കുന്നത്, അത് വെറുതെ നിർത്തിയിട്ടേക്കുന്നല്ല, ആ വണ്ടിയുടെ താന്നു പോയതാണ്. ആ വണ്ടിയിൽ വന്നവർ കുറച്ച് വീട് പൊളിച്ച കട്ടയും കല്ലുമായിട്ട് ഈ കുഴിയിലിടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒരു കാറ് കയറി വന്നപ്പോഴേ അവരൊന്ന് റിവേഴ്സ് എടുത്തു ആ സൈഡ് സൈഡിലെ ടയർ അവിടെ താന്നുപോയി. അവരും കാറുകാർ പോവുകയും ചെയ്തു, ഇവരവിടെ പെട്ടും പോയി. അങ്ങനെ ആ കാർ പിക്കപ്പ് അവിടെ കിടന്നപ്പോഴേ ലോറിക്ക് സൈഡ് പറഞ്ഞു കൊടുത്ത് ലോറി കയറി വരാൻ പറഞ്ഞ് ലോറി അവിടെ താന്നു. ഇപ്പൊ വന്ന വണ്ടിയും താന്നു, നിന്ന വണ്ടിയും താന്നു, മൊത്തത്തിൽ താന്നു. അങ്ങനെ വന്ന വണ്ടിയിലെ ആൾക്കാരെല്ലാം കൂടി ചേർന്ന് ഈ പിക്കപ്പിനെ തള്ളി ഒന്ന് കയറ്റാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. നല്ല ലോഡ്, പക്ഷെ അനങ്ങുന്നില്ല വണ്ടി, 2 ടയറും താന്നുപോയി. പിന്നെ കുറെ മണ്ണൊക്കെ മാറ്റി ഒരുവിധം എല്ലാം കൂടെ ചേർന്ന് ഈ വണ്ടി തള്ളിക്കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പുറകിലൊക്കെ കയറി നിന്ന് ചാടി തുള്ളിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ആ പിക്കപ്പിനേക്കാളും താന്നുപോയത് ഈ ലോറിയാണ് താന്നത്. ലോറിയുടെ വലത് സൈഡ് ടയർ 2ഉം ഫുള്ള് താന്നുപോയി. പിക്കപ്പ് ഇടത് സൈഡ് ടയറും താന്നു, ലോറി വലത് സൈഡ് ടയറും താന്നു. 2 വണ്ടിയും കൂടെ അപ്പുറം താഴ്ന്നു കിടക്കുന്ന കാരണം ഇതുവഴി കയറിപ്പോകാൻ വന്ന കാറുകളും ഒരുപാട് ഓട്ടോകളൊക്കെ വഴിതിരിച്ചാണ് പറഞ്ഞു വിട്ടത്. ഒരുവിധം ഈ പിക്കപ്പിനെ തള്ളി കയറ്റിയിട്ടുണ്ട് അവരെല്ലാം കൂടി. ലോഡ് കുറെ വെട്ടിയിറക്കി. ആ കുഴിയിടാനുള്ള ലോഡായിരുന്നു. ബാക്കി വന്ന ലോഡെല്ലാം കൊണ്ട് ആ കുഴിയിൽ അവർ വെട്ടിയിറക്കിയാണ്. 2 ഭായിമാരുണ്ട് കൂടെ. എങ്ങനെയാലും അവിടെ എത്തി. അതിനുശേഷം എന്താ എല്ലാം കൂടി ചേർന്ന് ഈ ലോറിയെ തള്ളിക്കയറ്റാൻ നോക്കുന്നു. ഒരു രക്ഷയില്ല. ലോറി അനങ്ങുന്നില്ല. അവിടെ നിന്ന് താഴ്ന്നല്ലാതെ ലോറി അനങ്ങുന്നില്ല. ലോറി തള്ളി നേരം കൊണ്ട് പിക്കപ്പിലുണ്ടായിരുന്ന ബിൽഡിംഗ് വേസ്റ്റ് അവരെ കുഴിയിലൊക്കെ വെട്ടി ഫുള്ള് ഇറക്കി ഇട്ടിട്ടുണ്ട്. ഇത്ര അല്ലായിരുന്നു, ഫുള്ള് ലോഡ് കയറ്റി വന്നതാണ്. അത് പകുതി അവിടെ താന്നുകൊണ്ട് പകുതി ലോഡ് അവിടെ തട്ടി വെട്ടിയിറക്കി. എന്നിട്ടാണ് ആ പിക്കപ്പിഞ്ഞ് കയറിപ്പോയത്. അല്ലെങ്കിൽ ഇവിടെ ഒരുവിധം ഫില്ലായി പോയനായിരുന്നു. ഇവിടെ നല്ലൊരു കുഴിയാണ്, അപ്പുറം മൊത്തം കുഴിയാണ്. ആ കാണുന്ന വെള്ളക്കെട്ട് നല്ല കുഴിയാണ്. പാലം പണി കിടക്കുന്നതുകൊണ്ട് വലിയ ലോറികളൊക്കെ ഇതുവഴി പോകുന്നതുകൊണ്ട് ചെറിയ മാരുതിയിലെ കാറുകളൊക്കെ വരുമ്പം കറക്റ്റ് അടിയിടിച്ച് അവിടെ നിന്ന് കറങ്ങും. മുന്നോട്ടും പോകില്ല, പുറകോട്ടും പോകില്ല, ടയർ മാത്രം നിന്ന് കറങ്ങും. ഇടയ്ക്ക് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഒരു കാറ് തള്ളി കയറ്റി വിട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വേണ്ടപ്പെട്ട അധികാരികളാണ് ഇതൊക്കെ ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ അവരാരും കണ്ട മട്ട് പോലും ഭാവിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു മെറ്റിൽ കയറ്റി വന്ന ടിപ്പർ ലോറി ഇവിടെ താന്ന് മെറ്റിൽ കംപ്ലീറ്റ് തട്ടി ഒക്കെയാണ് വലിച്ചു കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ഈ അവർക്കുണ്ടാകുന്ന നഷ്ടം ചില്ലറയൊന്നുമല്ല. ഇപ്പൊ ഇവർക്ക് തന്നെ ഈ വലിയ ലോറി വലിച്ചു കയറ്റാൻ വേണ്ടി ഇവർക്കുള്ള സ്വന്തം വണ്ടി ആയതുകൊണ്ട് കാശ് കൊടുക്കണ്ട, മറ്റേ വണ്ടി പോയി എടുത്തുകൊണ്ട് വന്ന് ആ ലോറിക്കാണ് ഈ ലോറിയെ കെട്ടി വലിച്ച് കയറ്റിയത്. എന്തോ ഭാഗ്യം ആ വണ്ടി കെട്ടി വലിച്ച റിവേഴ്സ് കയറി വന്ന്, അല്ലെങ്കിൽ പിന്നെ JCB ഒക്കെ വിളിക്കണവരുണ്ട്. മാടത്തൊട്ടിലെ മുകളിൽ നിന്നും പോലീസ് സ്റ്റേഷൻ തിരിയുന്ന ആ റോഡിലെ കലിങ്ങിന് അതുവരെയെങ്കിലും ഗതാഗത യോഗ്യമാക്കി തന്നിരുന്നെങ്കിൽ ഒരുപാട് സ്കൂൾ വണ്ടികളും ഒരുപാട് വാഹനങ്ങളും ഇതുവഴി കടന്നു പോകും.